തൂ മഞ്ഞിൻ ഇറ്റലികൾ ഞാൻ ഒറ്റക്കന്നാത്തിനോ കണ്ടു നിന്ന ചങ്കിന്റെ കൊതിയിൽ വയറ്റിലൊരു ഇടിമുഴക്കം. അന്ന് രാത്രി ബാത്റൂമിൽ ഞാൻ ജീവിതം കഴിച്ചു കൂട്ടി. ഇങ്ങനെയൊന്നും കൊതിവിടല്ലേട ചങ്ക് മൊന്നാമറി. ചോദിച്ചെങ്കിൽ തരൂലേർന്ന നിനക്കും ഒരു ഇഡലി. അപ്പോഴവൻ പറയുകയാ ചോദിക്കാണ്ട് നിനക്ക് തന്നൂടെ. ശരിയാണേ കൊതികൾ ഞാനും ഒറ്റക്കങ്ങ് തിന്നു. എന്നാലും ഇങ്ങനെ ഒന്നും എന്നോട് കാണിക്കണ്ടേർന്നടാ. എല്ലാവർക്കും ശിവസാനം അലാപമേ ശിവസാനം. ഓക്കേ, അപ്പോ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം ഈ ഒരു സമയത്തിറങ്ങുന്നത്. വൈകുന്നേരം ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത്രയും വൈകിട്ട്, അതായത് ഇത്രയും നേരം മിനിറ്റ് വരുന്ന ടൈമിൽ മഞ്ഞളായിട്ടില്ല, മഞ്ഞളായിട്ട് വിടണം. മഞ്ഞളായിട്ട് പെട്ടപ്പോഴേ ഓക്കെ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് എക്സൈറ്റ്മെന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. പോരാത്തതിന് എനിക്ക് ജലദോഷം കൂടെ പിടിച്ച് സൗണ്ടിന് എന്താ സൗണ്ട് എഫക്റ്റ് ഇടുന്നത് കൊണ്ട് എന്തായാലും എൻ്റെ സൗണ്ടിൽ വ്യത്യാസം വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നില്ല. പക്ഷെ ജലദോഷം പിടിച്ചേട്ടാ കുഴപ്പമില്ല. ഐ എം ഓൾ റൈറ്റ്. അത് മാറടാ പോടമ്മ. ദാദാ ചെന്താമരക്കുണ്ടി ചുമക്കും നല്ല മൽ അടിയിൽ ഞാൻ അടിക്കുകയായി, നീ വിളിക്കുകയായി, അത് ചുമക്കുകയായി, നിൻകുണ്ടി ചുമക്കുകയായി. ചുമ ചുമ അത് ചമക്ക പോലെ ചുമക്കുകയായി. ആരുടെ കുണ്ടിലാണ് അടിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും അത് ചുമക്കുമോ കറക്കുമോ എന്ന്. കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാരുടെയും നിതംബം ഏകദേശം ഒരു ബ്രൗൺ കളറാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇവനെന്താ കേരളത്തിലുള്ള ആൾക്കാരുടെ നിതംബത്തിന്റെ കളറിന്റെ സെൻസസ് എടുത്തുകൊണ്ടിരിക്കുവാണോ എന്ന്. അല്ല, ഞാൻ പൊതുവിലിരുന്ന് പറഞ്ഞതാണ്. പൊതുവേ നമ്മളെ കുണ്ടിയൊക്കെ കറുത്തിട്ടാണ്. അപ്പൊ ആ ഒരു വെച്ച് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ ഓരോരുത്തരെ കുണ്ടി പോയി പൊക്കി നോക്കിയിട്ട് അവരെ കുണ്ടി കറുത്തതാണ് അങ്ങനെയല്ല ഉദ്ദേശിച്ച് പറഞ്ഞത്. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പൊതുവിലൊരിതായിട്ടൊക്കെ പറഞ്ഞതാണ്. ചേല കുറി പതക്കമില്ല ചെലില്ലണിഞ്ഞിവൾ പതിയിൽ പല മിസറിറങ്ങിയ കനകക്കെട്ടി കസവും തലിയാക്കി ഇവൾക്ക് കെട്ടി. തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ട്രെൻഡിങ് സോങ് അല്ലേ ഇത്? ശിവസായന കർത്താവേ, വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കുത്തിയിരുന്നിട്ട് ബോറടിച്ചിരുന്നിട്ട് ഇങ്ങനെ മണ്ടയിൽ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങണം. ഒറ്റയ്ക്ക് ഇങ്ങനെ അരച്ചുകൊണ്ട് ഇങ്ങനെ പോകണം. എന്തൊരു രസമെന്നറിയാമോ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ എന്തൊക്കെയും ബോറടിച്ചിരിക്കുമ്പോൾ ഇതുപോലെ വണ്ടിയെടുത്ത് ഇങ്ങനെ ഇറങ്ങണം. ഇത്ര ഇങ്ങനെ ഒറ്റ കളിച്ച് ഓട്ടങ്ങണം. എന്തെങ്കിലും പിച്ചും പേര് കളിച്ച് ഓട്ടങ്ങണം. ഭയങ്കര രസമാണ് കേട്ടാ. ഞാനെന്റെ സ്ട്രെസ് എല്ലാം റിലീഫ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സത്യം പറയല്ലോ. എൻ്റെ അടുത്ത് വൈകുന്നേരം ഇതുപോലെ അതിറ്റും വളരെ ആൾക്കാരൊക്കെ ഒരു ശിവസായനെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോവും. അപ്പോഴത്തേക്കും എന്താ ഒരു പകത്തി ശബ്ദം അങ്ങ് മാറും. കുറേ നേരത്തേക്കെങ്കിലും അതൊക്കെ അങ്ങ് മാറും. പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിയാൻ കഴിഞ്ഞിട്ട് പോവേന്. മറ്റേ ക്രിക്കറ്റിൻ്റെ സെറ്റപ്പ് ഉണ്ടല്ലോ, എന്തിനാണ് ആ ക്രിക്കറ്റ് കിറ്റ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ വേഗമായിട്ട് തൂക്കിയിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരുന്നു ചെൽസൻ്റെ ഒരു പന്തും, അല്ലെങ്കിൽ മറ്റേ ടെന്നീസ് വളവാക്കാത്ത പന്തും, MRF മണലിൻ്റെ ബാറ്റും. ഒരു കാലം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളെ അടുത്തൊന്നും ഒരു തേങ്ങയില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ രക്ഷപ്പെടുക. അല്ലാതെ ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെ മാമ, ശിവസാനം മാമ, വീട്ടിൽ പോയി ചായക്കട്ട് കുടിക്കും മാമ. നല്ലൊരു രാത്രി ആശംസിക്കുന്നോ. ഇപ്പാണ് സ്കൂളിലോട്ട് വീട്ടിൽ പോണത്. ഇവിടെ ഇറങ്ങി ഇറങ്ങണ നീ. ഹലോ കഴിഞ്ഞു മാമ, ശിവസാനം. ഹലോ ബുള്ളറ്റി പോണ സായിപ്പേ, ശിവസാനം സായിപ്പാണ് ബുള്ളറ്റി പോണത്. ഇപ്പഴേ ബ്രൈറ്റൊക്കെ അടിച്ചു പിടിച്ചോണ്ട് പോകണം. എന്തിൻ്റെ എത്രയൊക്കെ കണ്ണുണ്ട് ഇവിടെ. പകലാണ്ട് ഇവിടുത്തെ 2 വൈകാരം ബ്രൈറ്റാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ഫുള്ള് ബ്രൈറ്റ് ഇങ്ങനെ ഓണാക്കി കിട്ടായി. ലൈറ്റ് ഓഫ് ഓണും മാത്രമേ ഉള്ളൂ. ഈ ബ്രൈറ്റ് എന്ന് പറയുന്ന സ്വിച്ച് അവർ ഇങ്ങനെ ഇതാക്കിയിട്ടായി. നമ്മ കൂന്തളെ ബ്രൈറ്റ് നമ്മളോടിയും. ഹലോ സൈക്കിൾ ബംഗോസ്, ശിവസാന സൈക്കിൾ ബംഗോസ്, ശിവസാനം. എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവേ.
ഓനൊരു ഡോഗ് കിടക്കുന്നു. അത് ചന്തി എറിയല്ലേ ശിവസായന ചന്തി ചെറിയുന്ന ഡോഗ്. ഓ ബാഹുബലി. ഈ പുള്ളിനെ എന്നാ കണ്ടത്? ഈ പുള്ളി എന്നും എന്തായാലും ഈ പുള്ളി അനിയും കൊണ്ടാണല്ലേ പോക്ക്. എന്നിട്ട് അന്ന് ബാഹുബലി എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ഉണ്ടെന്ന് പോലെ എന്നും പുള്ളി അനിയായിട്ടാണ് നടക്കണത്. അമ്മയ്ക്കണം കേട്ടാ വണ്ടിയിൽ അങ്ങനെ അതിനെയൊക്കെ വെച്ചുകൊണ്ടുപോവാൻ. ഇവിടെ നാളെ ക്യാമ്പ് ഫയർ നടത്തുന്നു. ക്യാമ്പ് ഫയർ ഇപ്പൊ സാർ എന്നെ ക്യാമ്പ് ഫയർ നടത്തണ അണ്ണാ. അല്ല വെള്ളം കൊണ്ടെടുത്തോണ്ടോ ശിവസാ എന്നാ ഇതായിരിക്കും കവറിലൊക്കെ മൂടി പോണത്. രണ്ടുപേരും കൂടെ മറ്റേ മീൻ മാറ്റി കവറിട്ടാണ് കണക്ക് പോകുന്നത്. കവറിട്ട മീൻ കണക്ക് പോകുന്നത് രണ്ടുപേരും കവറിട്ട് നീർ 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 കണ്ണു നീർ വാർ 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 വാർന്നു പോയി. ഒമ്പത് എന്നറിയാവുന്നോ ശിവസാന്നോ നോക്കിയേ കടിക്കണം. പെട്രോൾ കൊണ്ടാണെങ്കിൽ ടീച്ചറൊന്നും അടിക്കരുത്. പിന്നെ ചുമയൊക്കെ വരും. രാവിലെ ഒരു ഡോഗ് കമ്മ വളർത്തും. 2-3 ഡോഗ് എല്ലാവരും വളർന്നു. ഉയ്യോ ഉയ്യോ എന്താ ഇറങ്ങാറാ ഡോഗ് ബസ്സിയൊക്കെ. ഓ വൈകുന്നേരത്തെ ഒരു തണുത്ത കാറ്റടിക്കണം കേട്ടാ. ഒന്നാതെ ദിവസം അന്ന ചെരുപ്പിട്ട് വന്നാതാണ്. ചെരുപ്പ് കാലറി ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഡിസംബറായി വരുമല്ലേ, അതുകൊണ്ട് തണുപ്പാവും രാത്രി ആകുമ്പോഴത്തേക്കും. വൈകുന്നേരമായപ്പോൾ തന്നെ തണുപ്പ് തുടങ്ങി. ഡോക്കൂടെ കാരണം ഇവിടെ ക്യാമ്പ് ഫയർ എടുത്ത് മാറണേ. എന്നാൽ പെട്ടെന്ന് കത്തിക്കണ പ്ലാസ്റ്റിക് എന്നോട്ട് കത്തിക്കരുത്. കത്തോ ഇരുളിന്റെ മറവിൽ നടക്കാനേ കഴിയില്ല. ഇരുളിന്റെ മറവിൽ നമുക്ക് നടക്കാനും കഴിയില്ല. അതുകൊണ്ട് വൈകിട്ടായാൽ വീട്ടിൽ നമ്മൾ കേറണം. വൈകിട്ടെന്നൊരു സമയമുണ്ട്, കണ്ണ് കാണാൻ പറ്റാത്തൊരു സമയമുണ്ട്. നമ്മൾ വീടുകളിൽ തന്നെ ചേക്കേറണം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും എന്തൊക്കെയോ മഴ ചാറുന്ന പോലെ. മഴ ചാറുന്നതാ ഇങ്ങോട്ട്. ഞാൻ വിചാരിച്ച് കാക്ക പ്ലച്ച് കിട്ടണമെന്ന്. പക്ഷെ കാക്ക പ്ലച്ച് കിട്ടാനല്ല ഗൈസ്, മഴ വീഴുന്നുണ്ട്. അയ്യോ മഴ ചാറുന്നു അയ്യോ 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 വണ്ടി തിരിച്ചു പോവാ. വണ്ടി ഭാഗത്ത് തിരിച്ചു പോവാ. ഇവിടെ മഴ അങ്ങോട്ട് മഴ, അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു നോക്കളെ. മഴ പെയ്താൽ നമ്മൾ പോകരുതേ, മഴ പെയ്താൽ നമ്മൾ പോകരുതേ. ചേച്ചി സാധനം ചേച്ചി